ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അങ്ങനെ ഗായ്സ് ഇന്ന് കുറേ ദിവസമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണം. ഞാൻ അമ്മയോട് പറഞ്ഞു ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അരി വെള്ളത്തിലിട്ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പം എന്തായാലും ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പർദ്ദ വേണോ മാക്സി വേണോ? 3000 ഉറുപ്പ്യ. എന്തിനാ? തമിഴ്നാട് പോവാനാ? പള്ളി പൈസ കൊടുക്കാതെ 3000 ഉറുപ്പ്യ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പരിഗണനയിലുണ്ട് കേട്ടോ. അത് പരിഗണനയിലുണ്ട്. UDF ഒക്കെ ഭരണത്തിൽ കയറിയിട്ടല്ലേ ഉള്ളൂ. അല്ലേ ഭരണത്തിൽ കയറിയിട്ടൊന്ന് സെറ്റ് ആവണ്ടേ? കുറെ വാഗ്ദാനങ്ങളില്ലേ? അന്ന് അടച്ചത് ഇതുവരെ അടച്ചിട്ടില്ല. അല്ലെങ്കിൽ അടച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? എന്നാലും മറയൂലേ? അപ്പൊ ഞാൻ മരിച്ചാലും അങ്ങനെ തന്നെ. പള്ളി പൈസ ഒക്കെ കൊടുത്തോളി മക്കളെ, മരിച്ചു കഴിഞ്ഞാൽ പതിച്ചാല് കടക്കേണ്ടി വരുന്ന പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും പള്ളി പൈസ ഒക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ പറഞ്ഞ ഡ്രസ്സ് എടുക്കാണ്ടോന്ന് ചോദിച്ചു. എന്ത് ഡ്രസ്സ് വേണ്ടാന്ന്. അപ്പൊ ഗൈസ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് മുന്നേ അലേനൊന്ന് ഹോസ്പിറ്റലിൽ കാണെങ്കിൽ എൻ്റെ കുട്ടികളുടെയൊക്കെ ഈ പമ്പേഴ്സിന് എന്തോ ഒരു മാറ്റം പറ്റിയിട്ട് റാഷസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഡോക്ടറെ കാണിച്ച് പമ്പേഴ്സുകളൊക്കെ ഒന്ന് മാറ്റി അതിനാദ്യം ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷം ഡ്രസ്സ് എടുക്കാൻ പോയി. ഇനി അധികം ദിവസമല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഒന്നും വെക്കണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ ഇവിടെ ഇതാ വെച്ചോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഈ വെച്ചലും തിന്നലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നേരം ഒരുപാടാവും. എന്ത് എന്നാ വന്നിട്ട് തിന്നാ മാറ്റിക്കോളി. ഇതൊക്കെ ഓഫ് ചെയ്താ ആയില്ല. എന്ത് എഡിറ്റ് ചെയ്യുന്നില്ല ഞാൻ ഇല്ല. നിങ്ങൾ മാറ്റിക്കോ. നിങ്ങൾ ഇത് ഓരോ ദിവസം അങ്ങനെ വൈകുന്നിട്ട് എനിക്ക് തിരക്കില്ല. എനിക്ക് തിരക്കുള്ള ദിവസമാകും നിങ്ങൾ കഴിഞ്ഞ പൊന്നാല അപ്പോഴും അടി കൂടണ്ടി വരും ഇവിടെ വെറുതെ. അവനാന്റെ കാര്യം പെട്ടെന്ന് നോക്കി നോക്കി ഡി അലേന സെറ്റ് ഇട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അലേനെ കാണിക്കാത്തേ. എന്ത് നിങ്ങൾ വലിച്ചിട്ടുണ്ട്? നിങ്ങൾക്ക് ആവശ്യമുള്ള എടുത്തോ. പിന്നെ ആരുടെ കാര്യം പറയണേ? ഞാൻ എടുക്കണില്ല. പിന്നെ ആരുടെ കാര്യങ്ങളാണ്? ഓളെ കാര്യോ? പിന്നെ ആരെ കാര്യങ്ങളായിരുന്നു? ഓളെ കാര്യം ഓളെ വലിച്ചിടുന്ന പറഞ്ഞ് വലിച്ചിടുന്ന പറഞ്ഞ് ഞാനും ഇവരെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകണേ. ഒറ്റയ്ക്കേ പോകുള്ളൂ ഗൈസ്. ഇന്നെ അയ്യവും കാറ് കുത്തിരിക്ക് നിങ്ങൾ എടുക്കുക എന്താ ചെയ്തോളിന്ന് പറഞ്ഞു. മക്കൾക്കുള്ള ഡ്രസ്സ് കിടോപ്പി. പിന്നെ അമ്മക്ക് ഡ്രസ്സ് ഉള്ളപ്പോ കടയുള്ളപ്പോ പുറത്തുനിന്ന് എടുക്കുക. നിങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കണ്ടേ? ഈ വീട്ടിലെ മുക്കുമൂലയിൽ കൂടി നടക്കലാണ് മുട്ട് കുത്തൽ തുടങ്ങിയപ്പോൾ എൻ്റെ രണ്ടാമത്തെ കുട്ടീൻ്റെ പണി. ഇവിടെ അയച്ചു വിട്ട് കഴിഞ്ഞാൽ അതേനെ പോവും. എന്നിട്ടൊന്ന് സിറ്റ് ഔട്ട് പോയി വരും. എന്നാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാന്നുള്ളത് ആലോചിച്ച് ഒരാൾ പേടിച്ചും കൊണ്ട് കുത്തിരിക്കണം. അലേനെ കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. സിബ അവിടേക്ക് പോകുന്നുണ്ട്, അലയോ പോയിരുന്നില്ല. ഗൈസ് നമ്മുടെ പെരുന്നാൾ പർച്ചേസിന് ഇറങ്ങിയിറക്കുകയാണ്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ഉച്ചയായിട്ടോ. എന്തായാലും ചോറ് തിന്നലൊക്കെ കഴിഞ്ഞു. 3 മണിയായി. അപ്പം ഇറങ്ങണം പറഞ്ഞ ടീംസാണ്. ഈ മക്കളും കുട്ടികളും ആൾക്കാരൊന്നും പെണ്ണുങ്ങളാരൊന്നും ഉള്ളിടത്തൊന്നും നേരത്തിന് നമുക്കൊരു സ്ഥലത്ത് എത്താൻ പറ്റില്ല. ഇതാ ഒരാൾ ധരിക്കണം. ഡ്രസ്സൊക്കെ മാറ്റി നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അതിൻ്റെ ഇടയിൽ വീട്ടിൽ ബായിനെ പണി കുളിച്ചാൽ വന്ന ടൈം ഇപ്പോഴാണ്. അപ്പോൾ ഓനവിടെ പണി നടക്കുന്നുണ്ട്. പിന്നെ ഇതാ ഉമ്മ വരുന്നില്ല, അച്ഛനെ നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഉമ്മാനും കൊണ്ടുപോകുന്നുണ്ട്. ആദ്യം ഹോസ്പിറ്റലിൽ പോകണം, എന്നിട്ട് വേണം ഡ്രസ്സ് എടുക്കുക. എല്ലാവർക്കും ഒന്നും എടുക്കൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ പണിക്കാരുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും 2 ആൾക്ക് എടുത്തിട്ട് വരാം. മക്കൾക്കുള്ള പിന്നെ നമ്മൾ ഇൻഷാല്ലാക്കി ഡോപ്പിൽ നിന്ന് എടുക്കാനുള്ള പ്ലാനാണ്. ഓക്കെ, അപ്പോൾ തുന്നിയിലുള്ള സാധനം ഓരോ സിനൂന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങളുടെ സാധനം നിങ്ങളഞ്ഞ ഇടൂലേ എന്നുള്ള ചോദ്യം വന്നാൽ നമ്മുടെ സാധനം നമ്മൾ വാണ്ടോളം ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ സാധനം നമ്മളഞ്ഞ ഇടാനാണെന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അത്രയും കസ്റ്റമേഴ്സിന് കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ്. പെരുന്നാളല്ലേ, ഒരുപാട് ആൾക്കാർ സാധനം എടുത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കൊരു മോഡേൺ ടൈപ്പ് ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. ഇത് അവൾക്ക് ടൂറൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണല്ലേ. ഓക്കെ, അങ്ങനെ ഉമ്മ വരുന്നുണ്ട്. ഉമ്മക്ക് ഡ്രസ്സ് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും നമുക്ക് ഡ്രസ്സ് എടുക്കാം. അലേഹ കണ്ട മുടിയൊക്കെ കെട്ടി ആദ്യം അലേഹനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അലേഹ ഒരു കുടുക്കുംപാട് ഇടാണ്ട് എന്നെ ബായിക്ക് കൊടുക്കട്ടെ. ഞാൻ കൊടുക്കട്ടെ. ഇതിലൊക്കെ മരുന്ന് അടിച്ചിട്ട് ഈ കുട്ടികൾ ഇതുമ്പോൾ പിടിച്ച് നക്കണ് നോക്കണേ. ബായി കുടിക്കാൻ വെള്ളം കിട്ടിയില്ലേ? ആ സിമെൻറ്റ് മണലും ഇപ്പോൾ വരും കേട്ടോ. ഞാൻ രാവിലെ വന്നപ്പോൾ ഉണ്ട് ഇവിടെ മറ്റേ പറഞ്ഞ ഒരു 6 അടിയിൽ ഇങ്ങനെ ഒരു കുഴി ഇങ്ങനെ കിടക്കുന്നു. ഇന്നലെ വൈകുന്നേരം നോക്കിയപ്പോൾ ഈ സംഭവം ഇല്ല. മറ്റിപ്പോൾ ദൃശ്യം സിനിമയിൽ
ഈ ഒരു വലുപ്പത്തിലാണല്ലോ കുഴിയുള്ളത്. നോക്കിയപ്പോൾ ഉമ്മ പയറ് നട്ടിറക്കാം ഇവിടെ. നടക്ക് പോരെ, പൈപ്പ് പോരാട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ, ഫോൺ വിളിച്ചോട്ടോ. പോരാ, ആ വണ്ടി വരും. ഗേറ്റ് തുറന്നുണ്ട് കേട്ടോ. എന്നാ നടക്ക്, പോവാ. തല ഇരിഞ്ഞോ? അത് കുഴപ്പമൊന്നുമില്ല, നാണം മറിച്ചാൽ മതി. ഒന്ന് നടക്കി ഇനി നേരം കളയല്ലേ. ഇത്ര നേരാ അപ്പം ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പോൾ ചോറുന്നാലും കഴിഞ്ഞു, കടന്നുറങ്ങലും കഴിഞ്ഞു. നമ്മൾ ഡോക്ടറെ കണ്ടുവന്നു. പമ്പേഴ്സിൻ്റെ അല്ല, പിന്നെ അരനാണോ ഒരുതിൻ്റെ അല്ല, അത് ഡ്രൈ ആയിക്കുക. അത് ഈ കാലാവസ്ഥയില് ഡ്രൈ ആയിട്ട് നമ്മൾ തുട പൊട്ടൂലേ, അതേമാതിരി തൊലി നീങ്ങിയെടുക്കുക. എന്നിട്ട് അവിടെ അത് ജോയിന്റ് അല്ലേ, അപ്പൊ അതിങ്ങനെ വലുതായി വന്നിരിക്കുക. കുഴപ്പമൊന്നുമില്ല. പമ്പേഴ്സിന്റെ അല്ലാതെ പിന്നെ പമ്പേഴ്സ് ഇടുമ്പോ അവിടെ താടും. അപ്പൊ ഇനി കുറച്ച് ദിവസം ഇനി പമ്പേഴ്സും വേണ്ട ഉണങ്ങോളം ഇങ്ങനൊക്കെ ഒന്ന് പമ്പേഴ്സ് ഇല്ലാതെ പഠിപ്പിക്കുക അതിനെ. കൊറേ അല്ലേ ഈ പടുത്ത് എങ്ങനെ ഉണ്ട് നോക്ക്, ഈ കളറ് അതാ, ഈ കളറാ വേണ്ടി, ഈ കളർ എടുത്തു. ഈ കളറും ബ്ലാക്ക് അബായി ഉണ്ടെങ്കിൽ സെറ്റായി. അത് ഇട്ട് നോക്കട്ടെ. കോട്ട പേരുണ്ടോ? ടൈറ്റ് ഒന്നും ഇല്ലല്ലോ. മോളില് മാക്സി ഇട്ടിട്ടാ. അപ്പൊ പിന്നെ ഇടുങ്ങായിരിക്കോ? അത് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഇത് കറക്റ്റ് ആണ്. ഇറക്കൊന്നും കുറക്കല്ല. കയ്യോ മാക്സിന്റെ കളർ രസമുണ്ട്. പറഞ്ഞത് ഒറ്റ സൈസാണ്. ഇനി ഇതിന്റെ വലുത് നോക്കണോ? ബ്ലാക്ക് ഉണ്ടല്ലോ. ഏത് എടുത്തോ. ഗൈസ്, പെരുന്നാൾ ഡ്രസ്സ് എടുക്കല് 3-ാമത്തെ ദിവസം. ഇന്ന് 3-ാമത്തെ ദിവസമാണ് ഞങ്ങള് പെരുന്നാൾ ഡ്രസ്സ് എടുക്കല്. ഇനി 2-3 സാധനം എടുക്കാണ്ട്. ഞാനിത് അന്നൊന്നും വീഡിയോ ഇടാത്ത ഒന്നും ഫുള്ളായില്ല. അന്ന് നമുക്ക് കുറച്ച് നേരം വൈകി. ഉമ്മാക്ക് എടുക്കലായിരുന്നു, സിനുവിന് എടുക്കലായിരുന്നു, മക്കൾക്ക് എടുക്കലായിരുന്നു, പിന്നെ എനിക്ക് ഇന്ന് എടുക്കലായിരുന്നു. ഇനിയിപ്പോൾ നമുക്കെന്താ വെച്ചാൽ ഇന്നർ വെയർസും കാര്യങ്ങളൊക്കെ ലൈനിലുള്ള സമയം കിട്ടിയില്ല. ഒന്നാമെന്താ വെച്ചാൽ ഇവര് രണ്ടാളുള്ളതുകൊണ്ട് ഒന്നിനും പറ്റില്ല. രണ്ടാളും ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ കരച്ചിലും പൊരിച്ചിലും ആകെ ഇടങ്ങാറാക്കുക. പിന്നെ കൂടുതൽ കടയിലൊന്നും കയറാൻ നിൽക്കില്ല. പിന്നെ നമുക്കെന്താ, ഒന്ന് ഉമ്മ വന്നിട്ടില്ല. അന്ന് ദാ സൈനു അതാ അവിടെ പപ്സ് വാങ്ങാൻ വേണ്ടി കയറിയിട്ടുണ്ട് മുകളില്. അലേഹ ദാ ഈ പുറത്ത് നിൽക്കുന്നുണ്ട്. അലേ അലേഹന്റെ ഇനി മുടി വെട്ടാണ്ട്, അലന്റെ മുടി വെട്ടാണ്ട്, അതേമാതിരി അലേഹന്റെ മുടി വെട്ടണില്ല. അലേഹന്റെ മുടി ഇനി വളർത്താച്ചിട്ടാട്ടോ ഗൈസ്. അലേഹക്ക് ഇനി നല്ലോണം മുടി ഇങ്ങനെ വളർത്തി കെട്ടി കൊടുക്കാച്ചിട്ടാ. ഷെബന്റെ മുടി വെട്ടി കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഇനി വീട്ടിലെത്തിയിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ആക്കാം. ഇനി വീഡിയോ നീട്ടി കൊണ്ടുപോകണ്ട. പെരുന്നാൾ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായി ഇങ്ങനെ നടക്കന്നെ. തുറക്ക്. എത്ര റുപ്യ പപ്സിന്? എന്നിട്ട് ഇന്ത്യന്ന് ഒരു റുപ്യ ചെലവാക്കില്ലേ? എന്താ നിങ്ങളൊക്കെ തിന്നല് പോലെ തന്നെയാണ്. ഒരു റുപ്യ ചെലവാക്കാൻ പറ്റില്ല. പിന്നെന്താ വാങ്ങി? അതിന് 59 റുപ്യയോ? ഗ്യാസ് ഇല്ലാച്ചിട്ട് നല്ലോണം ചാമ്പുണ്ട് ഇവര്. ഓക്കെ ഗായ്സ്, അപ്പൊ എന്തായാലും പെരുന്നാൾ പർച്ചേസ് ഒക്കെ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് നല്ല വീഡിയോ ആയിട്ട് കാണാം ഗായ്സ്.